+1 സീറ്റ് പ്രതിസന്ധിയിൽ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി നൽകിയ ഉറപ്പിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. സുനിഷ അയ്യല്ലൂരും അഷ്കർ അലി കരിമ്പയുമാണ് നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ തത്സമയം ചേരുന്നത്. വെൽക്കം സുനിഷ ആൻഡ് അഷ്കർ. ആദ്യം സുനിഷയിലേക്ക്. സുനിഷ, വിദ്യാഭ്യാസ മന്ത്രി താൽക്കാലിക ബാച്ചുകളെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. അനുവദിക്കുന്നതിനായി പ്രത്യേക സമിതിയെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഇപ്പോൾ സർക്കാർ തയ്യാറായിരിക്കുന്നത്? സുജയ, ആദ്യം തന്നെ +1 സീറ്റ് പ്രതിസന്ധിയിൽ ഏതായാലും പ്രതിഷേധങ്ങൾക്ക് വഴങ്ങിയിരിക്കുന്നു സർക്കാർ എന്ന് വേണം പറയാൻ. കാരണം തുടക്കം മുതൽ തന്നെ സീറ്റ് പ്രതിസന്ധി ഇല്ല എന്ന് പറഞ്ഞിരുന്ന മന്ത്രി തന്നെ ഏതായാലും ഇന്ന് ഇത്തരത്തിൽ സീറ്റ് പ്രതിസന്ധി ഉണ്ട് എന്നും അതിന് പരിഹാരം കാണുമെന്നുമുള്ളൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ്. അല്പസമയം മുമ്പായിരുന്നു വിദ്യാർത്ഥി സംഘടനകളുമായുള്ള ഈ മീറ്റിംഗ് യോഗം കഴിഞ്ഞത് തന്നെ. അതിൽ പ്രധാനമായും ഉന്നയിച്ചൊരു ആവശ്യം അധിക ബാച്ച് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് താൽക്കാലിക ബാച്ച് അനുവദിക്കാൻ തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അന്വേഷണ കമ്മീഷൻ 2 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുമുണ്ട്. ഈ സമിതി ആയിരിക്കും ഇനി എവിടെയൊക്കെയാണ് സീറ്റുകൾ ആവശ്യമുള്ളത്, ഏതൊക്കെ കോഴ്സുകൾ ഏതൊക്കെ സ്കൂളുകളിലേക്ക് വേണമെന്നതടക്കമുള്ള വിശദമായ ഒരു പഠനം തന്നെ നടത്തുക. അതിനുശേഷം ജൂലൈ 5-നകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് പ്രകാരം എവിടെയൊക്കെ അധിക ബാച്ചുകൾ ആവശ്യമാണ്, ഏത് കോഴ്സുകളാണ് ആവശ്യമായിട്ടുള്ളത് എന്നതടക്കമുള്ള ഒരു പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും തീരുമാനം എന്നതാണ് ഏതായാലും മന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ മലപ്പുറത്ത് 7478 സീറ്റുകളുടെ കുറവുണ്ട് എന്നതാണ് മന്ത്രി ഇന്ന് കണക്ക് ചൂണ്ടിക്കാണിച്ച് തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിലേക്കുള്ള കുറവ് അത് തീർച്ചയായിട്ടും നികത്തുമെന്നും എല്ലാ വിദ്യാർത്ഥികൾക്കും +1 പ്രവേശനം അത് സാധ്യമാക്കുമെന്നും മന്ത്രി പറയുന്നുമുണ്ട്. ഏതായാലും ഈ 2 അംഗ സമിതി പ്രധാനമായും ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറും ഒപ്പം തന്നെ മലപ്പുറം RDDയുമാണ് ഈ സമിതിയിൽ ഉണ്ടാകുന്നത്. ഇവർ നൽകുന്ന റിപ്പോർട്ടിനനുസരിച്ചായിരിക്കും ഇനി അടുത്ത തീരുമാനങ്ങൾ, തുടർ നടപടി എന്നതാണ് മന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. വിദ്യാർത്ഥി സംഘടനാ നേതാക്കളൊക്കെ തന്നെയും പങ്കെടുത്തിരുന്നു. ഏതായാലും നിലവിൽ മന്ത്രിയുടെ ഉറപ്പിനെ മുഖവിലേക്ക് എടുക്കുന്നു എന്നത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം MSF അടക്കം പറഞ്ഞത് ഒരു താൽക്കാലിക ബാച്ച് എന്നതിലപ്പുറം തന്നെ മലപ്പുറത്തിനൊരു ശാശ്വതമായ പരിഹാരം വേണമെന്നുള്ളത് തന്നെയാണ്. ഏതായാലും 5-ാം തീയതി റിപ്പോർട്ട് ലഭിക്കുന്നതോടുകൂടി ഇനി എന്താണ് തീരുമാനം, താൽക്കാലിക ബാച്ചാണോ അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് ക്രമീകരിക്കുന്നത് എന്നടക്കമുള്ള തീരുമാനങ്ങൾ നോക്കിയിട്ടായിരിക്കും തുടർ നടപടി എന്നതാണ് വിദ്യാർത്ഥി സംഘടനകളും അറിയിക്കുന്നത്. ഏതായാലും നിലവിൽ ഇനി സമര പരിപാടികൾ അത് UDF നേതൃത്വവുമായി ആലോചിച്ച് ചെയ്യുമെന്നതാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും സുജയ, ഒരു ശാശ്വത പരിഹാരം എന്നതിനപ്പുറം ഒരു താൽക്കാലിക പരിഹാരം കാണാൻ അത് സർക്കാർ ശ്രമിക്കുന്നു എന്ന് വേണം കരുതാൻ. ഏതായാലും ജൂലൈ 5-ന് റിപ്പോർട്ട് ലഭിക്കുന്നതോടുകൂടി എന്താണ് ഇനി അങ്ങോട്ടുള്ള നടപടി എന്ന് കൃത്യമാക്കാം. ഓക്കെ, അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പമുണ്ട്. അഷ്കർ അലി കരിമ്പ, KSUവും MSFും ഒടുവിൽ SFIയും പ്രതിഷേധത്തിലേക്ക് ശക്തമായി തന്നെ എത്തിയിരുന്നു. താൽക്കാലിക ബാച്ചുകളെ കുറിച്ചാണ് ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് എന്നത് അഷ്കർ ശ്രദ്ധിച്ചു കാണുമല്ലോ. വിദ്യാർത്ഥി സംഘടനകളുടെ ഒപ്പം മറ്റ് സംഘടനകളുടെയൊക്കെ ആവശ്യം അതായിരുന്നു. ആ ആവശ്യത്തിന് പൂർണ്ണമായും വഴങ്ങി എന്ന് പറയാറായോ? സുജയ, ആവശ്യത്തിന് പൂർണ്ണമായും സർക്കാർ വഴങ്ങിയെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം പ്രധാനപ്പെട്ട കാര്യം തന്നെ ഈ നിലവിൽ ഇപ്പോൾ മലപ്പുറത്തുള്ള പല ബാച്ചുകൾ പോലും താൽക്കാലിക ബാച്ചുകളാണ് എന്നുള്ളത്. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ സീറ്റ് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സർക്കാർ കൊണ്ടുവരികയും അത്തരത്തിലുള്ള താൽക്കാലിക ബാച്ചുകൾ ഇത്തവണ വീണ്ടും നിലനിർത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു അധിക ബാച്ചുകൾ പോലും സ്ഥിരമായിട്ട് മലപ്പുറത്തേക്ക് അനുവദിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സാഹചര്യത്തിലാണ് സ്ഥിര ബാച്ചുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം വിദ്യാർത്ഥി പ്രതിപക്ഷ സംഘടനകൾ ശക്തമാക്കുകയും ചെയ്തത്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ വീണ്ടും താൽക്കാലിക ബാച്ചുകളിലേക്ക് സർക്കാർ പോകുമ്പോൾ ആ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം നേതൃത്വമായി ചർച്ച ചെയ്തെടുക്കുമെന്നാണ് ഇപ്പോൾ MSF അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പറഞ്ഞതുപോലെ തന്നെ സീറ്റ് പ്രതിസന്ധി ഉണ്ട് എന്നുള്ള കാര്യം വിദ്യാഭ്യാസ മന്ത്രി അംഗീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. പക്ഷേ ആ അംഗീകരിക്കുമ്പോൾ പോലും കണക്കുകളിൽ ചില വൈരുദ്ധ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം നിയമസഭയിലടക്കം സർക്കാർ പറഞ്ഞത് അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത 11,456 വിദ്യാർത്ഥികൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ 4,000 ചില്ലാനും വിദ്യാർത്ഥികൾ വിവിധ സ്കൂളുകൾ മെറിറ്റിലും മാനേജ്മെൻറ്റ് കോട്ടകളിലേക്കുമായി പ്രവേശനം നേടുകയും ചെയ്തു. പക്ഷേ 11,456 വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്തവരാണെന്നും അവർക്കും പ്രവേശനം വേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ആ വിദ്യാർത്ഥികളുടേത് എന്നുമാണ് സർക്കാർ വിശദീകരിക്കുക. പക്ഷേ അതിൽ തന്നെ 4,000 ചില്ലാനും വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയെന്ന് സർക്കാർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അതിലെ വൈരുദ്ധ്യം നമുക്ക് അവിടെ തന്നെ ബോധ്യമാവും. അത് പറയാൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ 4,000 ചില്ലാനും വിദ്യാർത്ഥികൾ കഴിച്ചാൽ ബാക്കിയുള്ള
ബാക്കിയുള്ള 7054 വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ ഇപ്പോഴും ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കൊണ്ടാണ് മന്ത്രി കണക്ക് കൂട്ടുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഈ കണക്കുകൾ എങ്ങനെ ഒപ്പിക്കുമെന്നുള്ള പ്രശ്നം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. റിപ്പോർട്ട് തയ്യാറാക്കാൻ സമിതിയെ വെക്കുമ്പോഴും എന്ന് കൃത്യമായി അഷ്കർ പറഞ്ഞു വെക്കുന്നു. അഷ്കർ അലി കരിമ്പയും സുനിഷ അയ്യല്ലൂരുമാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. പ്രതിസന്ധി തീർക്കണമെന്നതിൽ ആർക്കും സംശയമില്ല. പ്രതിസന്ധി തീരണം, കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഒരുങ്ങണം. അതാണ്